റമദാൻ കാലം ഇങ്ങെത്തിയതോടെ നോമ്പെടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത്താഴത്തിന് എന്ത് കഴിക്കണം? കാരണം അത്താഴത്തിന് കഴിക്കുന്ന ഭക്ഷണമാണ് നമുക്ക് അന്നത്തെ ഒരു ദിവസം മുഴുവനായിട്ടും കിട്ടുന്ന എനർജി. അതുകൊണ്ട് തന്നെ ആ സമയത്ത് കഴിക്കുന്ന ഭക്ഷണം ഒരു ബാലൻസ്ഡ് മീലായിരിക്കണം എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. ബാലൻസ്ഡ് മീൽ എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ് വരണം, പ്രോട്ടീൻ വരണം, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പച്ചക്കറികൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. രണ്ടാമതായിട്ട് വെള്ളത്തിൻ്റെ അളവ്, ഫ്ലൂയിഡ് ഇൻടേക്ക്. നമ്മൾ നോമ്പെടുക്കുമ്പോൾ നോമ്പ് തുറക്കുന്ന സമയം തൊട്ടിട്ട് രാവിലത്തെ അത്താഴം വരയ്ക്കും എത്രയാണോ നമ്മൾ കഴിക്കേണ്ട ഫ്ലൂയിഡ് ഇൻടേക്ക് എന്ന് വെച്ചാൽ അതൊന്ന് മീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. ഈ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ വെള്ളം മാത്രമായിരിക്കരുത്, അതിനകത്ത് നമുക്ക് ഫ്രൂട്ട് ജ്യൂസസ് ആഡ് ചെയ്യാം, അതേപോലെ തന്നെ സൂപ്സും ആഡ് ചെയ്യാം. ജ്യൂസസ് കഴിക്കുമ്പോൾ നമ്മൾ ഷുഗർ ആഡ് ചെയ്യാതെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡയബറ്റിക് പേഷ്യൻസും അതേപോലെ തന്നെ കിഡ്നി സംബന്ധമായിട്ട് പ്രശ്നങ്ങളുള്ളവരും കഴിയുന്നതും ജ്യൂസസ് ഒഴിവാക്കാം. മൂന്നാമതായിട്ട് നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ഇഫ്താറിന് നമ്മൾ എത്രയും നേരത്തെ ഫാസ്റ്റിങ്ങിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഭക്ഷണം ഒന്നിച്ച് കഴിക്കാതെ അത് പല തവണകളായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം കുറച്ച് വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചതിന് ശേഷം കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കഴിച്ചതിന് ശേഷം മാത്രം മെയിൻ ഫുഡിലേക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴും ഒത്തിരി എണ്ണ പലഹാരങ്ങളോ അല്ലെങ്കിൽ ഡീപ്പ് ഫ്രൈഡ് ഫുഡ്സോ ഒഴിവാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അവസാനമായിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യാവോ, ആ ഒരു സമയത്ത് ഇത്രയും ഫാസ്റ്റിംഗ് ഒക്കെ ആയത് കാരണം ചെയ്യാവോ ഇല്ലയോ എന്നുള്ള പല പേഷ്യൻസും നമ്മളടുത്ത് വരുമ്പോൾ ചോദിക്കാറുണ്ട്. എക്സസൈസ് ചെയ്യുന്നത് ഒരു പ്രശ്നമല്ല, പക്ഷേ ലൈറ്റ് എക്സസൈസസ് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അതും നോമ്പ് തുറന്നതിന് ശേഷമുള്ള ഒരു സമയത്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഹെൽത്തി ആയിട്ട് തന്നെ നമ്മുടെ നോമ്പിൻ്റെ കാലം കൊണ്ടുപോകാവുന്നതാണ്.